അയാൾക്ക് കാറിന്റെ ഉള്ളിൽ ഇരുന്ന് പറയാനേ അറിയുള്ളൂ. ബിഗ് ബോസിൽ ഒരു കാര്യമില്ല. സീക്രട്ട് ഏജന്റ് തന്നെ ആളെ ഭയങ്കര പ്രതീക്ഷയോടെയാണ് എല്ലാരും കണ്ടിട്ടുണ്ടായിരുന്നത് ബിഗ് ബോസില്. പക്ഷെ ഉള്ളിലേക്ക് എത്തിയപ്പോ പ്രതീക്ഷ പോലെ ആള് മറ്റേ പുറത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോ ആള് മോഹൻലാൽ പറഞ്ഞില്ലേ സീനാക്കൂന്ന് ഗെയിം കളിക്കാൻ അറിയില്ല എന്നാണ് വിചാരിക്കുന്നത്. അറിയാൻ തോന്നുന്നില്ല വന്നേ ഉള്ളല്ലോ, അതുകൊണ്ടൊരു വലിയ അറ്റാക്ക് വലിയ അത് സിബിന്റെ സൈഡിൽ നിന്ന് ഉണ്ടാവത്തുള്ളൂ. ഒരു സ്ട്രാറ്റജി ആയിരിക്കും മിണ്ടാതിരുന്നില്ല വലിയ എന്തോ കളി. പക്ഷെ എനിക്ക് തോന്നുന്നു എല്ലാരും വലിയ വന്നിട്ടും ഇല്ലാണ്ട് അങ്ങോട്ട് സൈലന്റ് മാറി അതിനകത്ത് പോകുമ്പോ ആകെ ഇല്ലാണ്ടാവോണ്ടിരിക്കാണ് എല്ലാരും. പുറത്തുനിന്ന് കാണുമ്പോ ഭയങ്കര സംഭവം പോലെ ഉദ്ദേശിച്ചിട്ട് അവര് അഭിപ്രായം. പുള്ളിക്കാരൻ അങ്ങോട്ട് നമ്മൾ ഈ വീഡിയോസ് ഒക്കെ കാണുന്ന പോലെ നല്ല സ്ട്രോങ് ആണ് വിചാരിച്ച് കൂടുതൽ എന്താ പറയാ പ്രതീക്ഷിച്ചു, പക്ഷെ അത് കിട്ടുന്നില്ല. എങ്ങനെ പ്രതീക്ഷ ഉണ്ടായിരുന്നത് എന്തുകൊണ്ടാണ്? കാരണം പുള്ളിക്കാരുടെ വീഡിയോസ് ഒക്കെ കാണാറുണ്ട്, നല്ല വീഡിയോസും കാര്യങ്ങളൊക്കെ. കാറിലിരുന്ന് ചെയ്യുന്ന പോലെ അല്ല അകത്തിരുന്ന് ചെയ്യുന്നത്. അത് നല്ല രീതിയിൽ പുള്ളിക്കാരോട് അകത്തിരുന്ന് കാണിച്ചത്. കോൺഫിഡൻസ് കുറഞ്ഞു വിചാരിക്കുന്നുണ്ടോ? പ്രതീക്ഷ പോലെ അല്ലാന്ന് വിചാരിക്കുന്നു. അതെ, തീർച്ചയായിട്ടും ഇത്രയല്ല പ്രതീക്ഷിച്ചു പുള്ളിക്കാരിൽ നിന്ന്, പക്ഷെ ഒന്നും കൂടി കിട്ടുന്നില്ല. പിന്നെ അതുപോലെ തന്നെ സൺഡേ എപ്പിസോഡിൽ ഭയങ്കര ആൾ പറയുന്നതൊക്കെ ഞാൻ ചെയ്ത ഗെയിമിനാണെന്ന് പറഞ്ഞല്ലോ. അതൊക്കെ വെറുതെ പറഞ്ഞു, ജാസ്മിനോട് പറഞ്ഞത് അതങ്ങ് പറഞ്ഞു പോയി പുള്ളിക്കാരന്. പറഞ്ഞു പോയിട്ട് പുള്ളിക്കാരൻ ആ സമയത്ത് എന്തെങ്കിലും പറയണ്ടേ, അതിനുവേണ്ടി അങ്ങ്. പിന്നെ ഈ വീക്കില് പറഞ്ഞു പറഞ്ഞാല് എന്താണ് ഇനി ഞാൻ ഭയങ്കര വൈലന്റ് ആകും രീതിയിലൊക്കെ പറഞ്ഞില്ലായിരുന്നു. അതിനൊന്നും പറയാനുള്ളത് പ്രതീക്ഷിക്കുന്നു, പക്ഷെ ഈ 1 വീക്ക് കൊണ്ടൊന്നും സംഭവിച്ചില്ല. ഇനിയും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. പുള്ളിക്കാരന് നമ്മൾ ഇതൊന്നും അല്ല പ്രതീക്ഷിച്ച് ഇരുന്നത്. കേറുന്ന എന്തെങ്കിലുമൊക്കെ സംഭവിക്കുന്നു വിചാരിച്ചു, പക്ഷെ ഒന്നും ഉണ്ടായില്ല. റോബി പറഞ്ഞ കറക്റ്റ് അല്ലേ, വണ്ടി ഇരുന്ന് ചെയ്യുന്നവരെല്ലാം ഇറങ്ങി കളിക്കുന്നു. കഴിയുമ്പോഴായിരിക്കും നമുക്ക് വെറുതെ എന്ത് പറയാലോ, പക്ഷെ അകത്ത് ചെല്ലുമ്പോ ആണ് അതിന്റെ സിറ്റുവേഷൻ. അത് നല്ലൊരു ഉദാഹരണമായിരുന്നു. സിബിനായിരിക്കും തോന്നുന്നു. കാറിരുന്ന് സംസാരിച്ചാലല്ല അവൻ അടച്ചെന്ന് കയറി. കഴിഞ്ഞ ദിവസം പ്രമോ കാണിച്ചായിരുന്നല്ലോ ഇന്നത്തേക്ക്. അപ്പൊ അതിലൊരു എന്തോ ഒരു ഒച്ച ഉണ്ടാക്കുന്നതൊക്കെ തോന്നി. പ്രതീക്ഷിക്കുന്നത് എന്തോ ഇന്ന് കട്ട വെയിറ്റിംഗ് ആണ് ഇന്നത്തെ എപ്പിസോഡ്. 6 വയൽക്കാരുണ്ട്. ഈ 6 വയൽക്കാരുണ്ട്. പലരും പ്രതീക്ഷ വെച്ചിട്ടുണ്ടായിരുന്നു. സീക്രട്ട് ഏജന്റ് എത്തിയ പലരും പ്രതീക്ഷ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ പ്രതീക്ഷക്കകത്ത് ഗെയിം ഉണ്ടോ വിചാരിക്കുന്നുണ്ടോ? കാരണങ്ങളൊന്നുമില്ല, കണ്ടിട്ട് അങ്ങനെ ഒരു ഇതില്ല. എന്താണ് കിട്ടാത്തത്? അവരിത് പ്ലാൻ വർക്കാവില്ല, ഒന്നും വർക്കാവില്ല. താടി പോയപ്പോ പുള്ളി പോയി. ഇനി തിരിച്ചു വരുമെന്ന് വിചാരിക്കണ്ട. ആരാ? സീക്രട്ട് ഇനിയൊരു ആ പഴയ ആളാ. അതായത് ഗെയിമില് രീതിയിൽ ഇപ്പഴ തന്നെ പുറത്താക്കും. അതില് നിക്കണെന്ന് വിചാരിച്ച സാധനം വരുന്നില്ല. പുള്ളി പുറത്തതൊക്കെ അതുകൊണ്ട് ഉണ്ടാക്കണ. ഫസ്റ്റ് തന്നെ വന്നപ്പോ ജാസ്മിനോട് എല്ലാ കാര്യങ്ങളും ഓപ്പൺ ആയിട്ട് പറഞ്ഞല്ലോ. അതാ വെള്ളം തളർത്താനാണെന്ന് പറഞ്ഞത്. അങ്ങനെ തളർത്താനാണെന്ന് വിചാരിക്കുന്നത് ഒരു മണ്ടത്തനായിട്ട് ബൈ മിസ്റ്റേക്ക് സംഭവിച്ചാണോ വിചാരിക്കുന്നത്? ആയിരിക്കില്ല. സത്യസന്ധമായി പറയണാണ് വിചാരിക്കുന്നത്. സീക്രട്ട് ഏജന്റ് ആൾക്കാർ വിചാരിച്ച പോലെ സീക്രട്ട് ഏജന്റ് ആയിട്ട് വരും വിചാരിച്ച്, പക്ഷെ വന്നത് സായി ആയിട്ടാണ് വന്നത്. മേ ബി ഇനി ചിലപ്പോ 3 അറിയില്ല. വന്നപ്പോ തന്നെ സീക്രട്ട് ഏജന്റ് പുറത്തെ കാര്യങ്ങളൊക്കെ വളരെ ഓപ്പൺ ആയിട്ട് പറഞ്ഞല്ലോ. അതെ, അപ്പൊ അതൊക്കെ കണ്ടപ്പോ എന്താ ജാസ്മിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിട്ടാണോ നിർത്താൻ തന്നെയാണ് അത് അയാളുടെ ഗെയിം പ്ലാൻ ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ബിക്കോസ് ജാസ്മിന്റെ അത് കഴിഞ്ഞിട്ടുള്ള നമ്മൾ കണ്ടതായിരുന്നു എങ്ങനെയായിരുന്നു ആള്, അത് ഇമോഷണലി എങ്ങനെയായിരുന്നു നമ്മൾ കണ്ടതായിരുന്നു. മൊത്തത്തില് സൈലന്റ് ആയിട്ടിരിക്കുക. ട്രോളിലൊക്കെ ഇപ്പൊ കാറില്ലാത്തോണ്ടാണെന്നൊക്കെ പറയുന്നത്. ആക്ച്വലി എന്താണ് ആ പുള്ളിക്കാരൻ മാത്രം
അല്ല പുറത്തുനിന്ന് കാണുന്ന പോലെയല്ല ബിഗ് ബോസ്, ആ കാറിനുള്ളിൽ ഇരിക്കണ പോലെയല്ല ബിഗ് ബോസ് എന്ന ആൾക്ക് അതിനുള്ളിലേക്ക് എത്തിയപ്പോ തോന്നിയത്. അതായത് പലരും പറഞ്ഞ അതിനുള്ളിലേക്ക് എത്തിയപ്പോ കോൺഫിഡൻസ് പോയി എന്നാണ് വിചാരിച്ച പോലെ, ആളെ എക്സ്പെക്ട് ചെയ്ത പോലെയല്ല ഉള്ളിലത്തെ കാര്യങ്ങൾ എന്നാണ് ആള് പലരും പറയുന്നത്. ആരെ വിചാരിക്കുന്നുണ്ടോ? ഇഷ്ടം പോലെയാണല്ലോ കളിക്കുക. ആളുടെ എന്തെങ്കിലും ക്രാക്കറ്റ് ഉണ്ടാവുമായിരിക്കും അതിന് പിന്നിൽ അങ്ങനെ ചെയ്യുന്നതിന്. അപ്പൊ ഓടി വന്നിട്ട് പെട്ടെന്ന് എല്ലാത്തിനും റിയാക്ട് ചെയ്തതിന് ഒരു ബാഡ് വരുമല്ലോ. അപ്പൊ അവസരം കിട്ടുമ്പോ ചെയ്യാൻ അവസരം കിട്ടുമ്പോ ആളുകളുടെ ഒരു ഗെയിം സ്റ്റാർട്ടിട്ട് പുറത്തു വരുന്നതാണോ വിചാരിക്കുന്നത്? രണ്ടുപേരും അങ്ങനെ വിചാരിക്കാനൊരു കാരണം ഉണ്ടാവുമല്ലോ. കാരണമൊന്നുമില്ല. ഒരു പ്രതീക്ഷ ഉണ്ട് രണ്ടാൾക്കും. വീഡിയോസ് കാണാറുണ്ടോ യൂട്യൂബിൽ? അയാൾക്ക് കാറിന്റെ ഉള്ളിൽ ഇരുന്ന് പറയാനേ അറിയുള്ളൂ. ബിഗ് ബോസിൽ ഒരു കാര്യമില്ല.